നാളെ ഒരു റോസാപ്പൂ വാങ്ങും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നാളെ, ടുമോറോ. ഒരു റോസാപ്പൂ, എ റോസ്. വാങ്ങുക, ബൈ. ഇപ്പം ഇവിടെ വാങ്ങുമെന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇവിടെ പ്രത്യേകിച്ച് നാളെ നീട്ടുണ്ട്. അപ്പം നാളെയെന്നും ഉണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലയ നാളെ ഒരു റോസാപ്പൂ വാങ്ങും. നമുക്ക് എങ്ങനെ എഴുതാം? ലയ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ 3 ഓപ്ഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. മൈറ്റ് ഉണ്ട്, മൈറ്റ്, വുഡ്, വിൽ. അപ്പം നമുക്കിവിടെ ഏത് എഴുതാമെന്ന് നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാം? അപ്പം ഇവിടുത്തെ സബ്ജക്റ്റാണ്, ലേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക നമുക്കിവിടെ ഏത് എഴുതാമെന്ന് കേട്ടോ. അപ്പം ഇവിടെ ഞാനിനി പറയാൻ പോവാണ്. മൈറ്റും വുഡും വില്ലും എഴുതി നമുക്കിവിടെ ഏത് ഓപ്ഷൻ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മൈറ്റ് പറ്റില്ല, വുഡും പറ്റില്ല. അപ്പോൾ മൈറ്റ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി, ഒരു ചാൻസ്, നമുക്ക് വാങ്ങാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വുഡും പറ്റില്ല, വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. വുഡും പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ പോകുന്നത്. വിൽ, ലയ വിൽ. അപ്പം എപ്പോഴും ഓർക്കുക, നമുക്കൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം ലയ വിൽ. അപ്പോൾ ഇനി എന്താ? വാങ്ങുക. വാങ്ങുക എന്ന് വെച്ചാൽ എന്താ? ബൈ. അപ്പോൾ ഇവിടെ വാങ്ങുമെന്നാണ്. അപ്പോൾ വാങ്ങുമെന്നായതുകൊണ്ടാണ് വിൽ ബൈ യൂസ് ചെയ്ത് എഴുതിയത്. വിൽ ബൈ. വിൽ ബൈ എന്ന് വെച്ചാൽ വാങ്ങും. അപ്പോൾ വാങ്ങുക എന്ന് വെച്ചാൽ ബൈ. അപ്പം ലിയ വിൽ ബൈ. എന്താണ് വാങ്ങുന്നത്? ഒരു റോസാപ്പൂ. അപ്പോൾ നമുക്ക് എഴുതാം എ റോസ്. ലിയ വിൽ ബൈ എ റോസ്. എന്നാണ്? നാളെ. നാളെ എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ടുമോറോ. TOMORROW. കാര്യം ഞാൻ ടുമോറോയുടെ സ്പെല്ലിംഗ് പറയാൻ കാരണം മിക്കവർക്കും നമുക്ക് അറിയാമെങ്കിൽ പോലും കൺഫ്യൂഷൻ വരുന്നൊരു വേർഡാണ് ടുമോറോ. അപ്പോൾ അതുകൊണ്ടാണ് സ്പെല്ലിംഗ് എടുത്ത് പറഞ്ഞത്. TOMORROW. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. ലയ നാളെ ഒരു റോസാപ്പൂ വാങ്ങും. ലയ വിൽ ബൈ എ റോസ് ടുമോറോ. ലയ വിൽ ബൈ എ റോസ് ടുമോറോ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരു മനോഹരമായ റോസാപ്പൂ വാങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവൾ, ഷീ. ഒരു മനോഹരമായ, എ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ ഒരു എന്നുള്ളതിനാണ് ഞാൻ എ യൂസ് ചെയ്ത് പറഞ്ഞത്. റോസാപ്പൂ വാങ്ങി. അപ്പോൾ വാങ്ങുക എന്ന് വെച്ചാൽ ബൈ എന്നാണ്. അപ്പോൾ നമുക്ക് ബൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതണം. എന്തുകൊണ്ടാണ്? കാര്യം ഓൾറെഡി വാങ്ങിച്ച് കഴിഞ്ഞു. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് പറയുന്നത്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ ഒരു മനോഹരമായ റോസാപ്പൂ വാങ്ങി. ഷീ. അപ്പം ഇനി വാങ്ങി എന്നുള്ളതിന് ബൈ. വാങ്ങുക എന്ന് വെച്ചാൽ ബൈ ആണ്. അപ്പോൾ നമുക്ക് ബൈയെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അതിന് മുമ്പായിട്ട് ബൈയുടെ 3 ഫോംസ് നമുക്ക് നോക്കാം. ബൈ, ബോട്ട്, ബൈ ബോട്ട്, ബോട്ട്. അപ്പോൾ ഇതാണ് ബൈയുടെ 3 ഫോംസ്. അപ്പോൾ നമുക്കടുത്ത് ആരെപ്പോൾ വേണം ചോദിച്ചാലും നമ്മൾ പറയണം. നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക്, ബൈ ഹെഡൊന്നും ചെയ്യേണ്ട. ബൈ, ബോട്ട്, ബോട്ട്. ഇതാണ് ബൈയുടെ 3 ഫോംസ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ് സെക്കൻഡ് ഫോമായ ബോട്ട് യൂസ് ചെയ്താണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ബൈ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ബാക്കി ഞാൻ പറഞ്ഞു സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സെയിം ആണ്. അപ്പം ഇവിടെ ഷീ ബോട്ട്, ബൈയുടെ പാസ്റ്റ് ഫോം ബോട്ട്, സെക്കൻഡ് ഫോമായ ബോട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഷീ ബോട്ട് എ മനോഹരമായ, ഒരു മനോഹരമായ. അതുകൊണ്ടാണ് ഞാനിവിടെ എ യൂസ് ചെയ്തത്. ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ റോസ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. അവൾ ഒരു മനോഹരമായ റോസാപ്പൂ വാങ്ങി. ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ റോസ്. നെക്സ്റ്റ് പോയിന്റ്, റോസാപ്പൂവിന് നല്ല മണമായിരുന്നു. അപ്പോൾ മണത്തിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സ്മെൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. റോസാപ്പൂവിന് നല്ല മണമായിരുന്നു. ദ റോസ്. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദ റോസ്. അപ്പം മണം എന്നുള്ളതിനാണ് നമ്മളിവിടെ സ്മെൽ എന്ന് എഴുതുന്നത്. ദ റോസ് സ്മെൽ. പക്ഷേ ഇവിടെ മണമായിരുന്നു. അപ്പം ഇത് ഒരു പാസ്റ്റ് സിറ്റുവേഷനെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് സ്മെല്ലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. ദ റോസ് സ്മെൽഡ്. അപ്പം ഇവിടെ നല്ല മണമായിരുന്നു എന്നുള്ളതിനാണ് ഞാനിവിടെ ഇവിടെ എഴുതാം സോ ഗുഡ് എന്ന് എഴുതിയത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സോ ഗുഡ്, ഇത് ഞാനൊരു ഏറ്റവും സിമ്പിളായൊരു സെൻറ്റൻസാണ് എഴുതിയത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ റോസ് സ്മെൽഡ് റിയലി നൈസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ദ റോസ് സ്മെൽഡ് വണ്ടർഫുൾ എന്ന് എഴുതാം. അപ്പം
ഞാനിവിടെ സോ ഗുഡ് എന്ന് എഴുതാൻ കാരണം ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ റോസാപ്പൂവിന് നല്ല മണമായിരുന്നു. ദ റോസ് സ്മെൽഡ് സോ ഗുഡ്. ദ റോസ് സ്മെൽഡ് സോ ഗുഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ആ റോസാപ്പൂ പിടിച്ചുകൊണ്ട് കുറേ ഫോട്ടോകൾ എടുത്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പിടിക്കുക എന്ന് വെച്ചാൽ ഹോൾഡ്. കുറേ ഫോട്ടോകൾ നമുക്ക് പറയാം ലോട്ട്സ് ഓഫ് ഫോട്ടോസ്. എടുക്കുക എന്ന് വെച്ചാൽ എന്താ, ടേക്ക്. അപ്പോൾ ഇവിടെ എടുത്തു എന്നാണ്. അപ്പം നമുക്ക് ടേക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഫോട്ടോകൾ എടുത്തു എന്നല്ലേ. അപ്പം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ ആ റോസാപ്പൂ പിടിച്ചുകൊണ്ട് കുറേ ഫോട്ടോകൾ എടുത്തു. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ. പിന്നെ ഞാൻ എന്താ എഴുതാൻ പോണത്? ഞാൻ പറഞ്ഞു എടുക്കുക എന്ന് വെച്ചാൽ എന്താ, ടേക്ക് എന്നാണ്. പക്ഷേ ഇവിടെ എടുത്തു എന്നാണ്. അപ്പോൾ നമുക്ക് ടേക്കിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതണമെന്ന് പറഞ്ഞു. അതിന് മുമ്പായിട്ട് നമ്മൾ ടേക്കിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ടേക്കിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ടേക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം. ബാക്കി 2 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പം ഇത് നമ്മൾ എപ്പോൾ ചോദിച്ചാലും പറയുന്ന രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പം എന്താ, അപ്പോൾ ഇവിടെ നമ്മൾ ടേക്ക് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ടേക്ക് നമുക്ക് ഒരിക്കലും പറ്റില്ല, കാര്യം എടുത്തു എന്നാണ്. അപ്പം ഓൾറെഡി ഇത് പാസ്റ്റ് സെൻറ്റൻസ് ആണ്. നമുക്ക് എടുത്തു എന്ന് കേട്ടപ്പോഴും മനസ്സിലായി. അപ്പോൾ ടേക്ക് പറ്റില്ല. പിന്നെ ഉള്ളത് ടുക്ക് ആൻഡ് ടേക്കൺ ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോമായ ടുക്കാണ് നമ്മൾ യൂസ് ചെയ്ത് എഴുതുന്നത്. ഷീ ടുക്ക്. കുറേ ഫോട്ടോകൾ എന്നതിന് ഞാൻ എന്താ എഴുതാൻ പോണത്? ഷീ ടുക്ക്. ഇപ്പോൾ ഈ ടി നിങ്ങൾക്ക് ക്ലിയറായി കാണുന്നുണ്ടോ? ഷീ ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ്. അപ്പം നമ്മൾ പിടിക്കുക, ഇവിടെ നമുക്ക് കാണാം പിടിച്ചുകൊണ്ട്. അപ്പോൾ പിടിക്കുക എന്ന് വെച്ചാൽ ഹോൾഡ് എന്നാണ്. അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഷീ ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ്. അപ്പോൾ പിടിക്കുക എന്ന് വെച്ചാൽ ഹോൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഹോൾഡിംഗ് എന്നാണ് എഴുതുന്നത്. ഷീ ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ് ഹോൾഡിങ് ആ റോസാപ്പൂ. അപ്പോൾ ആ റോസാപ്പൂ എന്നുള്ളതിനാണ് ഞാനിവിടെ ദാറ്റ് റോസ് എന്ന് എഴുതിയത് കേട്ടോ. ദാറ്റ് റോസ്. അപ്പോൾ കാര്യം ഇവിടെ ദാറ്റ് റോസ് എന്ന് എഴുതാൻ കാരണം ആ റോസാപ്പൂവിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ദാറ്റ് റോസ് എന്ന് എഴുതിയത് കേട്ടോ. അപ്പം ഷീ ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ് ഹോൾഡിങ് ദാറ്റ് റോസ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ദാറ്റ് എഴുതേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ ആ റോസാപ്പൂവിന് അതിനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ട് മാത്രമാണ് ദാറ്റ് എഴുതിയത്. നമ്മൾ എങ്ങനെ എഴുതിയത്? അവൾ ആ റോസാപ്പൂ പിടിച്ചുകൊണ്ട് കുറേ ഫോട്ടോകൾ എടുത്തു. ഷീ ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ് ഹോൾഡിങ് ദാറ്റ് റോസ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു ടേക്കിൻ്റെ പാസ്റ്റ് ഫോം എഴുതണമെന്ന് പഠിച്ചു. അത് മാത്രമല്ല നമ്മൾ ടേക്കിൻ്റെ 3 ഫോംസ് പഠിച്ചു. ടേക്ക്, ടുക്ക്, ടേക്കൺ. അതിലെ സെക്കൻഡ് ഫോമായ ടുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഫോട്ടോകൾ എടുത്ത ശേഷം റോസാപ്പൂവ് സൂക്ഷിച്ചു വെക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഫോട്ടോകൾ എടുത്ത ശേഷം നമുക്ക് എങ്ങനെ പറയാം? ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോസ്. റോസാപ്പൂ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ സൂക്ഷിച്ച് വെക്കുകയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പം സൂക്ഷിച്ച് വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് പറയാം കീപ് ദ റോസ് സേഫ്. അപ്പം തീരുമാനിക്കുക, ഡിസൈഡ്. അപ്പോൾ ഇവിടെ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. കാര്യം ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞു, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫോട്ടോകൾ എടുത്ത ശേഷം റോസാപ്പൂ സൂക്ഷിച്ചു വെക്കാൻ അവൾ തീരുമാനിച്ചു. നമുക്ക് എഴുതാം ആഫ്റ്റർ. ഇത് AFTER ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ആഫ്റ്റർ ടേക്കിംഗ്. ഫോട്ടോകൾ എടുത്ത ശേഷം നമുക്ക് എഴുതാം ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോസ്. ഫോട്ടോകൾ എന്നായതുകൊണ്ട് കുറേ ഫോട്ടോസ് ഉണ്ടാണ് ഇവിടെ ഫോട്ടോസ് എന്ന് എഴുതിയത്. ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോസ്. ഇനി എന്താ, റോസാപ്പൂ സൂക്ഷിച്ചു വെക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പം നമുക്കൊരു കോമ ഇടാം. പിന്നെ എഴുതാം ഷീ. അപ്പം തീരുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ, ഡിസൈഡ് എന്നാണ്. അപ്പം നമുക്ക് തീരുമാനിച്ചു എന്നാകുമ്പോൾ നമുക്ക് ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡിസൈഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പോവാണ്. ഡിസൈഡഡ്. ഷീ ഡിസൈഡഡ്. ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോസ് ഷീ ഡിസൈഡഡ്. സൂക്ഷിച്ചു വെക്കാൻ. അപ്പോൾ നമുക്ക് എഴുതാം ടു കീപ് ദ റോസ് സേഫ്. സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതിനാണ് ടു കീപ് ദ റോസ് സേഫ് എന്ന് എഴുതിയത്. റോസാപ്പൂ സൂക്ഷിച്ചു വെക്കാൻ. ടു കീപ് ദ റോസ് സേഫ്. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയത് നമുക്ക് നോക്കാം. എങ്ങനെ എഴുതിയത്? ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോസ് ഷീ ഡിസൈഡഡ് ടു കീപ് ദ റോസ് സേഫ്. After taking the photos, she decided to keep the rose safe.
ഫോട്ടോകൾ എടുത്ത ശേഷം റോസാപ്പൂ സൂക്ഷിച്ചു വെക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയിൽ പകുതി വെള്ളം നിറച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഒരു ചെറിയ ഗ്ലാസ് കുപ്പി, നമുക്ക് എങ്ങനെ പറയാം? എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ. ഒരു ചെറിയനാണ് നമ്മൾ എ സ്മോൾ എന്ന് പറഞ്ഞത്. ഗ്ലാസ് കുപ്പി, ഗ്ലാസ് ബോട്ടിൽ. പകുതി, ഹാഫ്. അപ്പം വെള്ളം നിറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ഫിൽ. അപ്പോൾ ഇവിടെ നിറച്ചു എന്നായതുകൊണ്ട് നമ്മൾ ഫില്ലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയിൽ പകുതി വെള്ളം നിറച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ, നിറയ്ക്കുക എന്നുള്ളതിനാണ് ഞാൻ ഇവിടെ ഫില്ലെന്ന് എഴുതിയത്, പക്ഷേ ഇവിടെ നിറച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഫില്ലിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ഫിൽഡ്. ഷീ ഫിൽഡ്. ഇത് ഇ ആണ് കേട്ടോ, FILLED. ഷീ ഫിൽഡ്. അപ്പം ഒരു ചെറിയ ഗ്ലാസ് കുപ്പിക്ക് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ സ്മോൾ ഗ്ലാസ് കുപ്പി എന്നുള്ളതിന് ഇവിടെ ഞാൻ എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ. കുപ്പിക്ക് നമ്മൾ ബോട്ടിലിന് എഴുതി, ബോട്ടിൽ. അപ്പം ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത്? അപ്പം ഇനി അവളൊരു ചെറിയ ഗ്ലാസ് കുപ്പിയിൽ പകുതി വെള്ളം നിറച്ചു. ഷീ ഫിൽഡ് എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ. പകുതി വെള്ളം എന്നുള്ളതിനാണ് ഞാൻ ഇവിടെ എഴുതാൻ പോണത് ഹാഫ്, HALF, ഹാഫ് വേ വിത്ത് വാട്ടർ. അപ്പം നമുക്ക് ഒന്നിച്ചും കൂടെ വായിക്കാം. അപ്പം നിങ്ങൾക്കിവിടെ കാണാമെന്നോ എനിക്ക് ഡൗട്ടാണ്. കറക്റ്റ്, ഓക്കെ. ഹാഫ് വേ വിത്ത് വാട്ടർ. അപ്പോൾ നമുക്ക് ഒന്നിച്ചും കൂടെ പറയാം. ഷീ ഫിൽഡ് എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ ഹാഫ് വേ വിത്ത് വാട്ടർ. ഷീ ഫിൽഡ് എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ ഹാഫ് വേ വിത്ത് വാട്ടർ. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം, പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയൊരു സെൻറ്റൻസാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അവൾ ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയിൽ പകുതി വെള്ളം നിറച്ചു. ഷീ ഫിൽഡ് എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ ഹാഫ് വേ വിത്ത് വാട്ടർ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പിന്നെ അവൾ റോസാപ്പൂവ് ഗ്ലാസ് കുപ്പിയിൽ വെക്കാൻ ശ്രമിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പിന്നെ, ദെൻ. റോസാപ്പൂവ് ഗ്ലാസ് കുപ്പിയിൽ. അപ്പം ഈ ഗ്ലാസ് കുപ്പിക്ക് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയാം. വെക്കുകയ്ക്ക് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? പ്ലേസ് എന്ന് പറയാം, പുട്ട് എന്ന് പറയാം, കീപ്പ് എന്ന് പറയാം. ശ്രമിക്കുക, ട്രൈ. ഇപ്പോൾ ഇവിടെ ശ്രമിച്ചു എന്നായതുകൊണ്ട് നമുക്ക് ട്രൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ അവൾ റോസാപ്പൂവ് ഗ്ലാസ് കുപ്പിയിൽ വെക്കാൻ ശ്രമിച്ചു. നമുക്ക് എഴുതാം ദെൻ ഷീ. ഇപ്പോൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈ എന്നാണ്. പക്ഷേ ഇവിടെ ശ്രമിച്ചു എന്നാണ്, ഓൾറെഡി ശ്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു നമുക്ക് ട്രൈയെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രൈ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ട്രൈയെ പാസ്റ്റ് ഫോം ആക്കി എഴുതി. ട്രൈഡ്. ദെൻ ഷീ ട്രൈഡ്. അപ്പോൾ ഇനി എന്താ എഴുതാൻ പോണേ? വെക്കുകയ്ക്ക് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. പുട്ടെന്ന് എഴുതാം, പ്ലേസ് എഴുതാം, കീപ്പ് എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോണത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ ഷീ ട്രൈഡ് ടു put. Then she tried to put the rose in. എവിടെയാണ് വെച്ചത്? എന്താ കാണുന്ന ഗ്ലാസ് കുപ്പിയിൽ. അപ്പം put the rose in the. അപ്പം നമുക്ക് കുപ്പിയുടെ ഉള്ളിലാണ് വെച്ചത്. അപ്പോൾ കുപ്പിയുടെ ഉള്ളിൽ എന്നായതുകൊണ്ടാണ് നമ്മൾ ഇൻ യൂസ് ചെയ്തത്. ഇൻ ദ ഗ്ലാസ് ബോട്ടിൽ. കാര്യം കുപ്പിയുടെ ഉള്ളിലാണ് നമ്മൾ വെക്കാൻ ട്രൈ ചെയ്തത് റോസാപ്പൂ. അതുകൊണ്ടാണ് ഇവിടെ ഇൻ യൂസ് ചെയ്ത് എഴുതിയത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നത് വെച്ചാൽ നിങ്ങളുടെ പറയാം. ദെൻ ഷീ ട്രൈഡ് ടു പുട്ട് ദ റോസ് ഇൻ ദ ഗ്ലാസ് ബോട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൈ എന്ന ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോം ആക്കി എഴുതി ട്രൈഡ്. പിന്നെ എന്താ? വെക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞു പുട്ടെന്ന് എഴുതാം, പ്ലേസ് എന്ന് എഴുതാം, കീപ്പ് എന്ന് എഴുതാം. പക്ഷെ ഞാനിവിടെ പുട്ടാണ് യൂസ് ചെയ്തത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ച് പറയാം. പിന്നെ അവൾ റോസാപ്പൂ ഗ്ലാസ് കുപ്പിയിൽ വെക്കാൻ ശ്രമിച്ചു. ദെൻ ഷീ ട്രൈ ടു പുട്ട് ദ റോസ് ഇൻ ദ ഗ്ലാസ് ബോട്ടിൽ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് റോസാപ്പൂവിൻ്റെ ഒരു മുള്ള് അവളുടെ വിരലിൽ കുത്തിക്കയറി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. മുള്ളിന് നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? തോൺ. മുള്ളിന് തോൺ നമുക്ക് പറയാം. ഒരു മുള്ള്, എ തോൺ. അപ്പോൾ റോസാപ്പൂവിൻ്റെ ഒരു മുള്ള് നമുക്ക് എങ്ങനെ പറയാം? എ തോൺ ഫ്രം ദ റോസ്. അവളുടെ വിരൽ എന്ന് വെച്ചാൽ ഫിംഗർ. കുത്തിക്കയറുക നമുക്ക് പറയാം പ്രിക്കെന്ന്. അപ്പം ഇവിടെ കുത്തിക്കയറി, ഓൾറെഡി കുത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് പ്രിക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പെട്ടെന്ന് റോസാപ്പൂവിൻ്റെ ഒരു മുള്ള അവളുടെ വിരലിൽ കുത്തിക്കയറി. നമുക്ക് എഴുതാം സഡൻലി, പെട്ടെന്ന്. അപ്പം ഇനി നമ്മൾ എഴുതാൻ പോണത് എന്താ?
ഒരു മുള്ള്, റോസാപ്പൂവിൻ്റെ ഒരു മുള്ള്. അപ്പം നമുക്ക് എഴുതാം എ തോൺ. തോൺ എന്ന് വെച്ചാൽ മുള്ള്. എ തോൺ ഒരു മുള്ള്. ഒരു മുള്ള്. റോസാപ്പൂവിൻ്റെ ഒരു മുള്ളെന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എ തോൺ ഫ്രം ദ റോസ്. എ തോൺ ഫ്രം ദ റോസ്. അപ്പോൾ കുത്തി കയറുക എന്ന് വെച്ചാൽ എന്താ? പ്രിക്ക് എന്നാണ്. അപ്പം വിരൽ, ഫിംഗർ. അപ്പം ഇനി നമ്മൾ എഴുതാൻ പോണത് എന്താ? അപ്പം കുത്തി കയറി എന്നാണ്. അപ്പോൾ പ്രിക്ക് എന്ന് വെച്ചാൽ കുത്തി കയറുക. അപ്പോൾ ഓൾറെഡി കുത്തി കയറി, കുത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രിക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം എഴുതാം. പ്രിക്ഡ്. സഡൻലി എ തോൺ ഫ്രം ദ റോസ് പ്രിക്ഡ്. വിരലിൽ, അവളുടെ വിരലിൽ. പ്രിക്ഡ് ഹെർ ഫിംഗർ. അപ്പം നമുക്ക് ഒന്നിച്ചും കൂടെ പറയാം. സഡൻലി എ തോൺ ഫ്രം ദ റോസ് പ്രിക്ഡ് ഹെർ ഫിംഗർ. പെട്ടെന്ന് റോസാപ്പൂവിൻ്റെ ഒരു മുള്ള അവളുടെ വിരലിൽ കുത്തിക്കയറി. സഡൻലി എ തോൺ ഫ്രം ദ റോസ് പ്രിക്ഡ് ഹെർ ഫിംഗർ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അത് ശരിക്കും വേദനാജനകമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അത് ശരിക്കും വേദനാജനകമായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഇറ്റ്. അപ്പം നമ്മളിനി എന്താ യൂസ് ചെയ്യാൻ പോണേ? അത് എന്നുള്ളതാണ് നമ്മളിവിടെ ഇറ്റ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ആയിരുന്നു എന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അപ്പം ഇവിടെ ജസ്റ്റ് ഞാൻ ഓപ്ഷനിൽ എഴുതാം. ഇവിടെ നമുക്ക് വാസ് ഉണ്ട്, ഈസ് ഉണ്ട്, വേറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് യൂസ് ചെയ്ത് എഴുതാൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല പറയണേ, കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണേ. പിന്നെ ഇവിടെ വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? കാര്യം സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഇറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഹീ, ഷീ, ഇറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വാസാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വാസാണ് യൂസ് ചെയ്യാൻ പോണത്. ഇറ്റ് വാസ്. അപ്പം അത് ശരിക്കും വേദനാജനകമായിരുന്നു എന്നുള്ളതിന് ഇവിടെ എന്തായാലും നമ്മുടെ ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിലും എഴുതാം. അപ്പം ഇതൊരു സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയത്. ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. ഇത് വാസാണ്, ഡബ്ല്യു കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പം ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. അപ്പം റിയലി REA ആണ്, നിങ്ങൾ യു ആണെന്ന് വിചാരിക്കില്ല കേട്ടോ. അപ്പം അത് ശരിക്കും വേദനാജനകമായിരുന്നു. ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വാസ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. സൗന്ദര്യമുള്ള വസ്തുക്കൾക്കും വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. സൗന്ദര്യമുള്ള, ബ്യൂട്ടിഫുൾ. വസ്തു എന്ന് വെച്ചാൽ എന്താ? തിങ്. അപ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കൾക്കും അപ്പം നമുക്ക് പറയാം ബ്യൂട്ടിഫുൾ തിങ്സ്. വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹേർട്ട്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഹേർട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത്. കഴിയും, നമുക്ക് കഴിയുമെന്ന് പറയുന്നത് നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് എഴുതാം. അവൾ മനസ്സിലാക്കി. മനസ്സിലാക്കുക എന്ന് വെച്ചാൽ റിയലൈസ്. ഇവിടെ മനസ്സിലാക്കി എന്നാണ്. അപ്പോൾ നമുക്ക് റിയലൈസിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സൗന്ദര്യമുള്ള വസ്തുക്കൾക്കും വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എന്താ? റിയലൈസ് എന്നാണ്. പക്ഷെ നമുക്കവിടെ റിയലൈസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. കാര്യം മനസ്സിലാക്കി, ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ റിയലൈസ്ഡ് എന്നായി. ഷീ റിയലൈസ്ഡ് ദാറ്റ് ഈവൻ സൗന്ദര്യമുള്ള വസ്തുക്കൾക്കും. അപ്പം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സൗന്ദര്യം. നമ്മൾ പറയത്തില്ലേ സൗന്ദര്യമുള്ള വസ്തുക്കൾക്ക് പോലും ഇപ്പം വേദനിപ്പിക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതാൻ നേരത്തെ നമുക്ക് ഈവൻ യൂസ് ചെയ്ത് എഴുതാം. ഹി റിയലൈസ് ദാറ്റ് ഈവൻ ബ്യൂട്ടിഫുൾ തിങ്സ്. സൗന്ദര്യമുള്ള വസ്തുക്കൾ എന്നായതുകൊണ്ട് ഞാൻ തിങ്ങിൻ്റെ കൂടെ യൂസ് ചെയ്ത് തിങ്സ് എന്നാക്കി. ബ്യൂട്ടിഫുൾ തിങ്സ്. അപ്പം കഴിയും എന്നുള്ളതിന് എന്താ യൂസ് ചെയ്തത്? ക്യാൻ. അപ്പം ബ്യൂട്ടിഫുൾ തിങ്സ് ക്യാൻ. വേദനിപ്പിക്കാൻ കഴിയും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടിഫുൾ തിങ്സ് ക്യാൻ ഹേർട്ട്. HURT ഹേർട്ട്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പല രീതികളിൽ എഴുതാം. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ് ഞാനിത് എഴുതിയത്. അപ്പം ഇവിടെ ഹേർട്ടിന് പകരം നമുക്ക് പല വേർഡ്സ് യൂസ് ചെയ്യാം. പല സെൻറ്റൻസ് പല രീതികളിലും നമുക്ക് എഴുതാം കേട്ടോ. അപ്പം
നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. സൗന്ദര്യമുള്ള വസ്തുക്കൾക്കും വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. ഷീ റിയലൈസ് ദാറ്റ് ഈവൻ ബ്യൂട്ടിഫുൾ തിങ്സ് ക്യാൻ ഹേർട്ട്. അപ്പം ഇവിടെ ഈവൻ യൂസ് ചെയ്ത് എന്താ, അതിന് പോലും, സൗന്ദര്യമുള്ള വസ്തുക്കൾക്ക് പോലും വേദനിപ്പിക്കാൻ കഴിയും. അപ്പം ആ ഒരു സെൻറ്റൻസ് അങ്ങനെ, അതിന് പോലും കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ഈവൻ യൂസ് ചെയ്ത് എഴുതാം. നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. ഷീ റിയലൈസ് ദാറ്റ് ഈവൻ ബ്യൂട്ടിഫുൾ തിങ്സ് ക്യാൻ ഹേർട്ട്. ഒരു ചെറിയൊരു സെൻറ്റൻസാണ്, ഒരു ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.